ചേച്ചി ചേച്ചി കേൾക്കുന്നുണ്ടാ? നാളെ ഉണ്ടല്ല എൻ്റെ 2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും കേട്ടോ. ഞാൻ ഒത്തിരി തവണ വിളിച്ചതാ വാ 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 എന്നും പറഞ്ഞിട്ട്. അപ്പോഴൊന്നും പറ്റൂലായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് 2 സമയം കിട്ടിയത്. അതുകൊണ്ടല്ലോ ഞാൻ ചെന്നൈയിലാവുമ്പോഴത്തേക്കും അവര് ഫ്രീ ആവും. അവര് ഫ്രീ ആവുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ചെന്നൈ പോവും. ഇതായിരുന്നു അവസ്ഥ. എന്തായാലും നാളെ 2 വരും. എനിക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടാ. കേട്ടാ എന്തോന്ന് വെച്ചേ? എന്ത് പറ്റിയേ? ഒന്നും പറ്റില്ല. നോക്കട്ടെ. കൊതുക് കരഞ്ഞാ? ഇല്ല. കണ്ണൊക്കെ കലങ്ങിരിക്കുന്നില്ല. കരഞ്ഞല്ലോ. അതെന്തോ എന്തോ 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 എന്തോയാ? എന്തെങ്കിലും കാര്യം പറഞ്ഞു പറ്റിയത്? കാര്യൊന്നും ഇല്ല. നീ പറയണോ പറഞ്ഞു കഴിഞ്ഞില്ല. അതാ പോവാൻ നോക്കി. ചേച്ചി കാര്യമാണ് ഞാൻ പോകത്തില്ല. കാര്യം എന്ന് പറഞ്ഞേ. പക്ഷെ കാര്യൊന്നും ഇല്ലെന്ന്. കള്ളം പറയല്ലേ. കാര്യം പറ ഇങ്ങോട്ട്. എന്തുവാ? എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിന്റെ അടുത്ത് പറയണമെന്നുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനെ തമ്മി തമ്മി പറയാൻ പറ്റാത്ത വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ല. എന്റെ അടുത്ത് പറഞ്ഞാൽ പറ്റത്തുള്ളൂ. എന്തോ കാര്യം? കാര്യമൊന്നുമില്ല. പോവാൻ നോക്ക്. ഇപ്പൊ സിദ്ധുടനായിട്ട് വഴക്കുണ്ടാക്കിയ വഴക്കുണ്ടാക്കിയ പിന്നെന്താണ്? അമ്മൂമ്മ വിളിച്ച് ചീത്ത പറഞ്ഞാ? ചേച്ചിക്ക് എന്ത് വേറെ പ്രശ്നം ഉണ്ടാവാനാണ്? കാര്യം പറ ഇങ്ങോട്ട്. ടെൻഷൻ അടിപ്പിക്കല്ലേ. എന്തിനാണ് വന്ന് ശല്യപ്പെടുത്തുന്നേ? ഓ നമ്മളൊക്കെ ശല്യം. കാലം കൂടി ചെന്നൈന്ന് വന്നിട്ട് എന്ത് പറ്റിയെന്ന് വെക്കുമ്പോ നമ്മളൊക്കെ ശല്യം എന്നടേ. ശരി പെണ്ണെ പറ ഇങ്ങോട്ട്. മേടിക്കും കേട്ടോ. ഇനിയിപ്പൊ എന്നോട് പറയണ്ട. നേരിട്ട് അവരോടങ്ങ് പറഞ്ഞോ. ദേ നോക്ക്. വരുന്നു പടയെടുത്തോണ്ട്. മര്യാദക്കിനോട് പറഞ്ഞാ പോരായിരുന്ന? എന്ത് പറ്റി ലച്ചു? എന്നാച്ചു ലച്ചു? എതുക്ക് അഴുകറ? കഴിഞ്ഞു. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോ കണ്ണീന്ന് കുടുകുടാ വെള്ളം ഒഴുകുവായിരുന്നല്ലോ. ചേച്ചി കണ്ണീന്ന് എന്താണ് കുടുകൂടാ വെള്ളം ഒഴുകിയത്? ഒന്നുമില്ല. ഞാൻ കരഞ്ഞൊന്നും അല്ല. ഒന്നുമില്ല സിദ്ധു. ചേച്ചിയെ കാര്യം പറയാൻ ഇങ്ങോട്ട്. ചേച്ചിയുടെ മുഖം കണ്ട അറിയാല്ലേ ഒരുമാതിരി കടുപ്പത്തിലിരിക്കണേ. അപ്പൊ കരയല്ലായിരുന്ന? എന്തിനാ കരഞ്ഞേ? ചേടാ നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? എല്ലാരും എന്തിനാണ് ഈ ചുറ്റിനും വന്നിട്ട് കരഞ്ഞെന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ കരഞ്ഞോണ്ടിരിക്കുന്ന ആളടുത്ത് ചിരിക്കണ എന്തിനാ ചോദിക്കാൻ പറ്റൂ? നീ കാര്യം പറ. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നുമില്ല. നീ കാര്യം എന്താന്ന് ചോദിക്കുമ്പോ ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നേ? ഇത് നീയും കൂടെ പറ. നിന്റെ വാലിക്കണം കൂടെ ഞാൻ കേൾക്കാം. ലച്ചു നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറയച്ചി വേറെ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ ദൈവമേ. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ എല്ലാരും ഇത് എത്രയൊന്നും പറഞ്ഞ പറയാനും പറഞ്ഞ് ഇങ്ങനെ താങ്കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാനിവിടെ സമാധാനത്തോടെ ഇരിക്കുവല്ലായിരുന്നോ? നിങ്ങളല്ലേ കയറി വന്നത്. ലച്ചു ഇനി നീ ഷോ കാണിച്ചു എന്റെ സ്വഭാവം പറഞ്ഞട്ടാ. யோ சித்து வேண்டாம் சித்து. அவளே வருத்தப்பட்டுட்டு இருக்கா. நீ கூட இப்படி சத்தம் போட்டா எப்படிப்பா? ലച്ചുവേ എടാ കാര്യം എന്നൊന്നും പറ. വെറുതെ നമ്മളെല്ലാം കൂടി ടെൻഷൻ ആക്കിപ്പിക്കാതെ. നോക്ക്, നീ വിഷമിച്ചിരുന്ന നമുക്കൊരു സമാധാനം കാണൂല. അതുകൊണ്ടല്ലേ എടാ ചോദിക്കണേ. പോട്ട് എല്ലാം പോട്ട്. കാര്യം എന്ത്? ചേച്ചി ആർക്കെങ്കിലും അളിയനോട് പറയാണ്ട് കാശ് വല്ലതും കടം കൊടുത്താ അതിപ്പോ തിരിച്ചു തരുന്നില്ല. അതാണ് പ്രശ്നം. ആ കൊടുത്ത് 10 ലക്ഷം രൂപ. ഓ മൈ ഗോഡ്, അളിയ 10 lakhs. 10 ലക്ഷം നീ കൊടുത്തു? ആർക്ക്? പോടന്ന്. ഓ അപ്പൊ നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശമില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് മനസ്സമാധാനം വേണം. ചേച്ചി കാര്യം പറഞ്ഞു പോയച്ചി. ചേച്ചി കരഞ്ഞോണ്ടാ പോയെ. അളിയാ നമ്മൾ ഇടപെട്ടേ പറ്റൂ. നമ്മളെങ്ങനെ ഇടപെടാനാ? ചേച്ചി കാര്യം ഒന്നും പറയാതെ.
അവള് നല്ല കലിപ്പിലുമാണ്. എന്നാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ വരുന്നൊന്നുമില്ല. അവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ കരയാൻ വേണ്ടിട്ട്. ഇതല്ലേ ഇല്ലല്ലോ. വാ. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരുമിച്ച് വന്നു. എന്താ കരയേണ്ടി? லெச்சு நீ அழுகிறத பார்க்கும்போது எல்லாருக்குமே ரொம்ப வருத்தமா இருக்கு. உன்னை கஷ்டப்படுத்தணுன்னெல்லாம் சொல்லிட்டு நான் கேட்க வரல. ஆனாலும் என்ன பிரச்சனைன்னு எங்களுக்கும் தெரிய வேண்டாமா? கொஞ்சம் சொல்றியாப்பா? ഇനിയിപ്പോ എന്റെ പ്രശ്നം അറിയാതെ ഉറക്കം വരില്ലായിരിക്കും അല്ലേ? നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? ചിന്തിക്കാനുള്ള ബോധമൊക്കെ പോയാ? ഒരാൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, എന്നാ അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അയാളെ വെറുതെ വിടുക? അതില്ല, വെറുതെ പുറകെ കിടന്ന് ചൊറിഞ്ഞോണ്ട് കിടക്കും. നേരത്തെ പുറത്ത് വെച്ചിട്ട് സിദ്ധു ഒരു കാര്യമില്ലാതെയാണ് ഷൗട്ട് ചെയ്തത്. ഞാൻ എന്തെങ്കിലും സിദ്ധുവിന്റെ അടുത്ത് പറയാൻ പോയോ? ഇല്ലല്ലോ. സിദ്ധു ഒരു കാര്യമില്ലാതെ ഒന്നും അല്ല ഷൗട്ട് ചെയ്തത്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അല്ലേ? ചേച്ചി, എനിക്ക് ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാവും. നോക്കേ നോക്ക്, നമ്മളോട് പറയാനാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് പറയണ്ട, കുഴപ്പമില്ല. പക്ഷെ അമ്മായിയോട് പറയാലോ. ചേച്ചി അമ്മയെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് അമ്മായി അടുത്ത് പറ. നിങ്ങൾ ചങ്കല്ലേ, നമുക്കൊന്നും അറിയണ്ട, കുഴപ്പമില്ല. അമ്മായിയുടെ അടുത്ത് രഹസ്യം പറയാൻ? ആ, അമ്മായിയുടെ അടുത്ത് രഹസ്യം പറയാൻ അടിപൊളിയായിരിക്കും. പിന്നെ നാട്ടുകാർ മൊത്തം അറിയും. നീ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യമാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞോണ്ട് നടന്നേ? നീ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടാ? പോട്ട്, ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടി അൽഫാം കഴിക്കാൻ പോയ കാര്യം ഇവന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോടാ? നീ അറിഞ്ഞാ? ചേച്ചി അറിഞ്ഞാ? കണ്ട, ആരും അറിഞ്ഞിട്ടില്ല. നോക്ക്, സത്യസന്ധത ഉള്ളവളാണ് ഞാൻ. ഇനി മേലാൽ എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്ന കൊള്ളാല്ലത്. എന്നെ കൂടെ നടപ്പോയെന്ന് അൽഫാം കഴിക്കാൻ പോയെന്നാ? ലജ്ജേ കൊള്ളാം കേട്ടാ, നല്ല പരിപാടി. ലച്ചൂസേ, ഇതുവരെ കാര്യം പറഞ്ഞു കാണത്തില്ലായിരിക്കും. അവിടെ പറഞ്ഞില്ലല്ലേ? അല്ലെങ്കിൽ അവൾക്ക് വാശി ഇച്ചിരി കൂടുതലാവും. ഒടുക്കത്തെ വാശി എന്തിനാണോ എന്തോ. ഹോട്ടലേ വിട്. ചേച്ചിക്ക് ഇപ്പൊ കരയാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ കരഞ്ഞങ്ങ് തീർക്കട്ടെ. നിനക്കൊന്നും ബോധമില്ലേടേ. എന്നാ ഇവിടെ ഒരുത്തി നെഞ്ചു പൊട്ടിരുന്ന് കരയുന്നു, അപ്പൊ അതിനനുസരിച്ച് അത് മനസ്സിലാക്കി നിക്കല്ലേ ചെയ്യേണ്ടത്? നിക്കൂല്ലേ ചെയ്യണ്? ചേച്ചിയെ മനസ്സാറിന് കാണിക്കണം. ആരെ കാണിക്കണമെന്ന്? ചേട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ കാണിക്കുന്ന ഡോക്ടർ. മനസാഗറോ? ആഹാ, മനഃശാസ്ത്രജ്ഞനാണോ നീ ഉദ്ദേശിച്ചേ? ആ, അത് തന്നെ. കാണിക്കാം. ഇത് മനഃശാസ്ത്രജ്ഞന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ ഡീൽ ചെയ്ത് തരാം. ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ പാറമട വീട്ടിലെ കുട്ടികളാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് കരയാനൊന്നും പാടില്ല. നമ്മൾ ശക്തരായിരിക്കണം കേട്ടാ. എന്നിട്ടാണ് പട്ടി മോങ്ങണത് പോലെ കിടന്ന് മോങ്ങണത്. என்ன சித்து இது? ஒருத்தர் சொல்லிட்டு இருக்காங்கல்ல, அவ சொல்லி முடிக்கட்டும், அதுக்கப்புறம் நீ பேசு. சிவா, நீ சொல்லுமா. അതന്നെ എന്നെ ചുട്ടുമണി ചുണ്ടാപ്പി ഇങ്ങോട്ട് നോക്കിക്കേ. നേരായി അളിയന്റെ വിധി. ഇനി ആരും അങ്ങോട്ട് മിണ്ടാൻ പോണ്ട. ചേച്ചി വയറ് നിറച്ചങ്ങ് കരയട്ടെ. അത് പാറ് പറഞ്ഞതില് കാര്യമുണ്ട്. ചേച്ചി കരയട്ട്. കരഞ്ഞ് ചേച്ചിയുടെ മനസ്സ് നിറയണ വരെ കരയട്ട്. കരയേച്ചി 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 കര 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 അല്ലെങ്കിൽ എല്ലാവർക്കും ലച്ചു കരയുന്നത് കാണാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടം. ഞാനേ
എന്റെ അച്ഛനും അമ്മേനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്റെ അച്ഛനും അമ്മേനെയാ. എന്നിട്ട് ഞാൻ ഇതൊക്കെ തന്നെ കേൾക്കണം. കണ്ടന്റ് വന്നു. ലച്ചു നീ കാര്യം എന്താന്ന് പറ. എന്റെ അച്ഛനും അമ്മയും നിന്റെ അടുത്ത് എന്തോ പറഞ്ഞേ? അച്ഛനൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ 2 ദിവസം മുന്നേ നിന്റെ അമ്മേനെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും എന്റെ അടുത്ത് ചോദിച്ചു എന്നാ വരുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ 2 ദിവസം കഴിയുമ്പോ ഞാൻ സിദ്ധും കൂടെ വരാന്ന് പറഞ്ഞു. ഇതുപോലെ ഫോണൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് മുന്നേ എന്നെ വിളിച്ച് എന്താ വരാനേന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ പോവാനാ? ഇവിടെ അമ്മൂമ്മ പോലും ഇല്ല, എല്ലാരും ഇവിടെ അല്ലേ. അതിന് നിന്റെ അമ്മ പറഞ്ഞ എന്താന്നറിയോ? മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് പോവാത്തയാന്ന്, നിന്നെ ഞാനിവിടെ പിടിച്ചു വെച്ചേക്കാന്ന്. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഈ അമ്മ തന്നെയാണ് പറഞ്ഞത് ഇവിടെ പിള്ളേർ ഇവിടെ ഒറ്റയ്ക്കായതും കൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതിന്ന്. അവസാനം പറഞ്ഞു വരുമ്പോ കുറ്റം മൊത്തം ലച്ചുവിന്. എനിക്ക് മടുത്ത്.